ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എജുപോഡ്. മക്കളെ, നമ്മുടെ ജോഗ്രഫിയിൽ എന്തായാലും ചോദിച്ച് കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ എക്സാമിന് എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടാലോ? അതിനു മുന്നേ നിങ്ങൾക്ക് ഒരു സുവർണാവസരമായിട്ടാണ് എജുപോട്ട് വന്നിട്ടുള്ളത്. +2 ഹ്യൂമാനിറ്റീസിന്റെ സൂപ്പർ ബാച്ച് 2026-27 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ബാച്ച് അല്ല, അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്ലോട്ട് പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക. ദെൻ 5499 ഈടാക്കുന്നത്, ഇൻക്ലൂഡ് GST. മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു +2 ഈ ഒരു സൂപ്പർ ബാച്ചിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന നമ്മുടെ +1 അല്ലേ, ഇപ്പോൾ +1 റാപ്പിഡ് റിവിഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി അല്ലേ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പം എങ്ങനെയാ, സെറ്റാണല്ലോ? ഓക്കെ. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ തന്നെ ബെസ്റ്റ് എജുപോട്ട് ഫാക്കൽറ്റീസിൻ്റെ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ +2 ലൈഫ് മാത്രമല്ല, ഓക്കെ, പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ ലേണിംഗ് എക്സ്പീരിയൻസ്, അതുപോലെ എക്സാം ഫോക്കസ്ഡ് സ്പെഷ്യൽ ലൈവ് സെഷൻസുകൾ ഉണ്ടായിരിക്കും. ഡെയിലി റെക്കോർഡ് ക്ലാസ് ആൻഡ് വീക്ക്ലി ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും. ദെൻ 13+ വീക്ക്ലി ടെസ്റ്റ് ഫോർ എക്സാം റെഡിനെസ്, അഡാപ്റ്റീവ് ക്വസ്റ്റ്യൻസ് അല്ലെ, PYQ ഡിസ്കഷൻസ്, പേഴ്സണൽ മെൻറ്റേഴ്സ്, ഡൗട്ട് ക്ലിയർസ് ബൈ ടീച്ചേഴ്സ് അല്ലെ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു സൂപ്പർ ബാച്ച് നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും, പെട്ടെന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, നമുക്ക് എപ്പോഴും അല്ലെ ജോഗ്രഫിയിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബിഗ് ബാങ് തിയറി. ഓക്കെ, ആ ഒരു തിയറി എല്ലാവർക്കും അറിയാലോ. ആരാണ് കൊണ്ടുവന്ന വ്യക്തിയുടെ പേര് ചോദിക്കാം. ആ പേര് ചോദിച്ചില്ലെങ്കിൽ എഴുതി വെക്കൽ എന്താണ്, നിർബന്ധമാണ്. അപ്പോൾ ഈ ബിഗ് ബാങ് തിയറി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. 4 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിനാല് ചോദിച്ച് കാണാറുണ്ട്. നമ്മുടെ എക്സാമിനും ബിഗ് ബാങ് തിയറി ഉണ്ടായിരിക്കും. അപ്പോൾ എഡ്വിൻ ഹബിൾ ആണ് ആ തിയറി കൊണ്ടുവന്നിട്ടുള്ളത്, മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അദ്ദേഹം ഡിഫറെൻറ്റ് സ്റ്റേജസ് ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേജിൽ അദ്ദേഹം പറയുന്നത്, all matter that formed the universe existed in one place in the form of a tiny ball. It had an unimaginably small volume, infinite temperature and infinite diversity. അല്ല, അദ്ദേഹം പറയുന്നുണ്ട് ഒന്നാമത്തെ സ്റ്റേജിൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും അല്ലെ, എല്ലാ വസ്തുക്കളും എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളും ഒരു വളരെ ചെറിയ പന്ത്, ഒരു ടിനി ബോൾ അല്ലെ, അതിലോട്ട് എന്ത് ചെയ്യാണ്, സ്ഥിരീകരിക്കുകയാണ്. അതിനകന്ന് പറഞ്ഞ് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത അത്രയും ചെറുതാണ് ആ ബോള്. അനന്തരമായിട്ടുള്ള താപവും വൈവിധ്യങ്ങളും ഉള്ളതാണ് എന്ത്, ആ ടിനി ബോൾ എന്ന് പറയുന്നത്. അടുത്തത്, when the big explosion അല്ലെ, പെട്ടെന്നൊരു വലിയ സ്ഫോടനം സംഭവിക്കുകയാണ്. അപ്പോൾ ആ സ്ഫോടനം നടന്നപ്പോൾ ആ ഒരു ചെറിയ പന്ത് അതിഉഗ്രമായിട്ട് പൊട്ടിത്തെറിക്കുകയും അതിഭീമമായിട്ട് അത് വികസിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്തത് 1300 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഒരു എക്സ്പ്ലോഷൻ, ഈ ഒരു ബിഗ് ബാങ് സംഭവിച്ചിട്ടുള്ളത്. അന്ന് തുടങ്ങിയതാണ് നമ്മുടെ പ്രപഞ്ചത്തിന്റെ വികസനം അല്ലെ, ഇന്നും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വികസിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ദെൻ കുറേ ഊർജം ദ്രവ്യമായിപ്പെടുകയും സ്ഫോടനം നടന്ന് നിമിഷാർദ്ധം കൊണ്ട് അതിത്വരിതമായിട്ടുള്ള വികസനം ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അത് കഴിഞ്ഞ് വികസനത്തിന്റെ വേഗത അല്ലെ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. വലിയ സ്ഫോടനം നടന്ന് 3 മിനിറ്റിനകം അല്ലെ ഫസ്റ്റ് ആറ്റം എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്ഫോടനം നടന്ന് ഇന്ന് 3 ലക്ഷം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ താപം 4500 കെൽവിനായി താഴുകയും ആറ്റോമിക് ദ്രവ്യം രൂപപ്പെടുകയും അങ്ങനെ പ്രപഞ്ചം അല്ലെ ഇന്ന് കാണുന്ന രീതിയിൽ സുതാര്യമായിട്ട് തീർന്നു എന്നാണ് ഈ ഒരു തിയറിയിലെ ബിഗ് ബാങ് തിയറിയിലൂടെ അദ്ദേഹം പറയുന്നത്. അപ്പൊ അന്ന് തുടങ്ങിയ ആ ഒരു പ്രപഞ്ച വികസനം ഓക്കെ ഇന്നും വികസിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് മറ്റേ ബലൂണിലെ ഡോട്ട് ഇടുന്ന എക്സാമ്പിളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. അടുത്തത്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇന്റീരിയർ ഓഫ് ദി എർത്ത്? എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് നമ്മുടെ എർത്തിന്റെ ഇന്റീരിയറിനെ കുറിച്ച്. ഏതൊക്കെയാണെന്ന് അറിയാലോ? ക്രസ്റ്റ്, മാന്റില്, കോറ്. ക്രസ്റ്റ് ഭൂവൽക്കം അല്ലെ, ഇറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദി എർത്ത്
It is the thinnest layer and consists of continental crust and oceanic crust. All human activities take place on this layer. ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്. ഭൂമിയിലെ എല്ലാ ജൈവികപരമായിട്ടുള്ള ജീവജാലങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ഒരു ലെയറാണ് ഇത് ഭൂവൽക്കം എന്ന് പറയുന്നത്. എന്താ പറയുക, ഭൂഖണ്ഡ ഭൂവൽക്കും സമുദ്ര ഭൂവൽക്ക് രണ്ട് ഭൂവൽക്കങ്ങളുണ്ട്. രണ്ടും തമ്മിൽ തിക്നെസ് നമ്മൾ വളരെ വ്യത്യാസങ്ങളും നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തെ മാന്റിലാണ് അല്ലേ. ഈ ഒരു ലെയറിനെ എസ്തനോസ്ഫിയർ എന്നും വിളിക്കാറുണ്ട്. ഇറ്റ് ഈസ് എ സെമി മോൾട്ടൺ ലെയർ ലൊക്കേറ്റഡ് ജസ്റ്റ് ബിലോ ദ lithosphere in the upper mantle. It is soft and plastic in nature, allowing tectonic plates to move over it, which lead to earthquakes and volcanoes. Okay, അപ്പോൾ അർദ്ധദ്രാവകാവസ്ഥയിലുള്ള ഒരു പാളിയാണ് ഏത്, മാന്റിൽ എന്ന് പറയുന്നത് അല്ലെ. ക്രസ്റ്റിന് താഴെയുള്ള രണ്ടാമത്തെ പാളിയാണ് ഇത്. മൃദുവും വയങ്ങുന്നതുമായ സ്വഭാവം പുലർത്തുന്നുണ്ട്. ഭൂമി പാളികൾ ഇതിന്റെ മുകളിൽ സഞ്ചരിക്കുന്നതിനാൽ അല്ലെ ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത പ്രവർത്തനങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടാകാറുണ്ട്. അടുത്തത് മാന്റിൽ കഴിഞ്ഞിട്ടുള്ള അല്ലെ നമ്മുടെ കോറാണ്, ഉള്ളിലുള്ള ലെയറാണ്. അങ്ങോട്ടധികം അല്ലെ എത്താൻ പറ്റിയിട്ടില്ല ആർക്കും. ദ നിഫെ ലെയർ എന്നും അതിനെ പറയാറുണ്ട്. refers to the core of the earth, composed mainly of nickel iron. It is the innermost layer of the earth and is extremely hot and dense. This layer is responsible for generating the earth's magnetic field. നിഫെ പാളി എന്നും ഇതിനെ അറിയപ്പെടാറുണ്ട്. ഭൂമിയുടെ കേന്ദ്രഭാഗമാണ് ഇത്. ഇതിൽ പ്രധാനമായും നിക്കൽ, ഇരുമ്പ് എന്നിവയാണ് അടങ്ങിയിട്ടുള്ളത്. ഇത് ഭൂമിയിലെ ഏറ്റവും ചൂടും സാന്ദ്രതയും കൂടിയ പാളിയാണ്. ഭൂമിയുടെ കാന്തിക ക്ഷേത്രം രൂപപ്പെടുന്ന ഈ പാളിയിലൂടെയാണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഭൂമിയുടെ ഇന്റീരിയർ അല്ലെ കുറിച്ച് അധികം കൂടുതലായിട്ട് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. കാരണം ഉള്ളോട്ട് പോകുന്നൊരു ഡെൻസിറ്റിയും ടെമ്പറേച്ചറും കൂടുന്നത് കൊണ്ട് അതൊരു വിവരങ്ങൾ ലഭിക്കൽ കുറവാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. നാച്ചുറൽ hazard earthquake caused many effect. Mention a few hazardous effect on an earthquake. ഒരു പ്രകൃതി ദുരന്തം എന്ന നിലയിൽ ഭൂകമ്പങ്ങൾ ധാരാളം നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഈ ദുരന്തത്തിന്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നെന്താണ്, ഗ്രൗണ്ട് ഷേക്കിംഗ്, നിലം കുലുങ്ങുക അല്ലെ. മലയിടിച്ചിലും മണ്ണിടിച്ചിലും ഉണ്ടാവാറുണ്ട്. നിലം ചെരിയുക, മഞ്ഞുമല ഇടിച്ചിൽ, അണക്കെട്ട് തകർന്നുള്ള വെള്ളപ്പൊക്കം, തീപിടുത്തം, കെട്ടിടങ്ങളുടെയും മറ്റ് നിർമ്മിതികളുടെയും തകർച്ച, വസ്തുക്കൾ താഴെ വീഴൽ, സുനാമി പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അടുത്ത ഡിസ്ക്രൈബ് ദ എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് ദി കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഭൂകമ്പ സിദ്ധാന്തമായിട്ട് പഠിക്കുന്ന തെളിവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മാച്ചിങ് ഓഫ് കോണ്ടിനെന്റ്സ്. ആദ്യം എന്ത് ചെയ്യുന്നുണ്ട് അവര്, രണ്ട് വൻകരകൾ തമ്മിൽ മാച്ച് ആവുന്നുണ്ടോന്ന് ബുള്ളാർഡ് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടൊരു മാപ്പ് തയ്യാറാക്കുകയും എന്നിട്ട് ആഫ്രിക്ക, തെക്കേ അമേരിക്കയും ആ ഒരു ഇതിലൂടെ നന്നായിട്ട് യോജിക്കുന്നുണ്ട്, രണ്ടിന്റെ അതിർത്തികൾ തമ്മിൽ ചേരുന്നുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ എവിഡൻസ് ആയിട്ട് പറയുന്നത് റോക്ക് ഓഫ് ദി സെയിം ഏജ് ആണല്ലേ. രണ്ട് കോണ്ടിനെന്റ്സിലും ഒരേ പ്രായമുള്ള സമകാലിക ശിലകൾ കണ്ടെത്തിയിട്ടുണ്ട്. The modern technology has introduced the radiometric dating method. ഓക്കെ, അത് ഉപയോഗിച്ചിട്ടാണ് എന്ത് കണ്ടെത്തുന്നത്, ശിലകളുടെ പ്രായം അല്ലെ കണ്ടുപിടിക്കുന്നത്. വിവിധ ഭൂഖണ്ഡങ്ങളിലെ ശിലാരൂപീകരണങ്ങളെ താരതമ്യം ചെയ്യുവാനും ഈ ശാസ്ത്രീയ രീതികൾ നമ്മെ സഹായിക്കുന്നുണ്ട്. ബ്രസീൽ തീരത്തെ ശിലകൾക്ക് ആഫ്രിക്കൻ തീരത്തെ ശിലകളുമായിട്ട് ഒത്തുപോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. Similarly, marine deposits in the South American coast and African coast have the same age. This shows that the ocean did not exist before that period. അപ്പോൾ അതുപോലെ തന്നെ
തെക്കേ അമേരിക്കൻ തീരത്തെ ആഫ്രിക്കൻ തീരത്തെയും സമുദ്ര നിക്ഷേപങ്ങൾക്ക് ഒരേ കാലപ്പഴക്കം ആണ് ഉള്ളത്. സമുദ്രം അതിനു മുൻപ് അവിടെ ഉണ്ടായിരുന്നില്ലെന്നും ഇതിൽ നിന്ന് വ്യക്തമാണ്. അടുത്തത് ഗോഡ്വന ലാൻഡ് system of sediments from India has its counterparts in 6 different land masses of the southern hemisphere. ഇന്ത്യയിൽ കാണുന്ന ഗോഡ്വന ലാൻഡ് രീതിയിലുള്ള ഊറൽ മണ്ണ് ദക്ഷിണാർദ്ധഗോളത്തിലെ 6 വൻകരകളിൽ കാണപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത തെളിവ് ഗോൾഡ് ഡെപ്പോസിറ്റ്സ് ആണ്, സ്വർണ്ണ നിക്ഷേപങ്ങളാണ്. ഇപ്പോൾ ഗാനയുടെ തീരത്തുള്ള ചില പുഴകളിൽ ഹെക്കൽ മണ്ണിൽ സ്വർണ്ണ നിക്ഷേപങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ആ ഒരു സ്വർണ്ണ നിക്ഷേപത്തിന്റെ സ്രോതസ് ആവേണ്ട പാറകളൊന്നും അവിടെ ഒന്നും കാണുന്നില്ല. പക്ഷെ കണ്ടെത്തി 5000 കിലോമീറ്റർ അകലെയുള്ള ബ്രസീലിലെ ബേലം സാവു കടലിന്റെ അടിത്തട്ടിൽ ആ ഒരു സ്വർണ്ണമടങ്ങിയിരിക്കുന്ന ചെറിയ പാളികൾ കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ അവിടത്തെ തീരദേശങ്ങളിൽ എക്കൽ മണ്ണിൽ സ്വർണത്തിന്റെ അംശം ഒട്ടും ദൃശ്യമായിട്ടില്ല. ബ്രസീലിലെ ചെരിവിലുള്ള സ്വർണാംശമുള്ള അവിടത്തെ അവസാദങ്ങൾ ഒഴുകി വന്ന് ഇപ്പോഴത്തെ ഗാനയുടെ തീരപ്രദേശവുമാരുടെ ഭാഗത്ത് അടിഞ്ഞുകൂടിയതാണെന്നാണ് പറയുന്നത്. ഇതിൽ നിന്നും ഈ 2 ഭൂഖണ്ഡങ്ങളും അല്ലെ, ആഫ്രിക്കയും തെക്കേ അമേരിക്കയും ഒരുപാട് കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപേ ഒരുമിച്ചായിരുന്നു എന്നാണ് അവര് ഈ എവിഡൻസിലൂടെ നിരത്തുന്നത്. അടുത്ത ഫോസിലുകളാണ്, മറ്റൊരു തെളിവാണ്. ട്രയാസിക് കാലഘട്ടത്തിൽ ആഫ്രിക്കയിലും ഇന്ത്യയിലും മഡഗാസ്കറിലും ജീവിച്ചിരുന്ന ജീവികളുടെ ഫോസിലുകൾ തമ്മിൽ വളരെ അടുത്ത സാമ്യങ്ങൾ കാണപ്പെടുന്നുണ്ട്. അതിൽ നിന്നും ഈ രാജ്യങ്ങളൊക്കെ കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപ് ഒരേ ഭൂഖണ്ഡത്തിന്റെ ഭാഗമായിരുന്നുവെന്ന് നമുക്ക് മാനിക്കാം. ഇവ ഈ ഭൂഖണ്ഡങ്ങളിൽ നിന്നും വേർപെട്ട് പോയവയാണ്. അപ്പൊ ഈ ഓരോ എവിഡൻസും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തത് ഐഡന്റിഫൈ ദി അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ്, എക്സ്പ്ലെയിൻ എനി 2 ലെയേഴ്സ് അല്ലെ. അന്തരീക്ഷ പാളികൾ ഏതൊക്കെയാണ്? ഇത് 2 എണ്ണം ചോദിക്കാം. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. അപ്പൊ ട്രോപ്പോസ്ഫിയർ നോക്കാം. ദ ട്രോപ്പോസ്ഫിയർ ഈസ് ദ ലോവസ്റ്റ് ലെയർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിലെ താഴത്തെ പാളിയാണ് ഏത്? ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. It extends from the Earth's surface up to about 8 to 18 kilometer. All weather phenomena such as rain, wind, cloud, storms അല്ലെ, അപ്പൊ എല്ലാ ജൈവിക പ്രവർത്തനങ്ങളും നടക്കുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. ഏകദേശം 8 മുതൽ 18 കിലോമീറ്റർ വരെ വ്യാപിക്കുന്നുണ്ട്. ടെമ്പറേച്ചർ decreases as altitude increases അല്ലെ, ഉയരം കൂടുന്തോറും താപനില കുറയുന്നുണ്ട്. അന്തരീക്ഷത്തിലെ ടോട്ടൽ 75-75ഓളം വാതകങ്ങൾ നിലനിൽക്കുന്നതും ഈ ഒരു പാളിയിലാണ്. അടുത്ത സ്ട്രാറ്റോസ്ഫിയർ ആണ്. The stratosphere is above the troposphere and extend up to 15 kilometer. ഇവിടെ ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഏകദേശം 50 കിലോമീറ്റർ വരെ അത് ഉയരത്തിൽ വ്യാപിച്ചിട്ടുണ്ട്. സൂര്യന്റെ ഹാനികരമായിട്ടുള്ള UV രശ്മികൾ അല്ലെ, അൾട്രാവയലറ്റ് രശ്മികൾ ആഗിരണം ചെയ്യുന്ന ഓസോൺ ലെയർ അല്ലെങ്കിൽ ഓസോൺ പാളി കാണപ്പെടുന്നത് ഈ ലെയറിലാണ്. This layer is stable so airplanes often fly. Okay, അത് ഇല്ല ട്ടോ. Temperature increases with height because ozone absorbs sunlight. സൂര്യപ്രകാശം ഓസോണിനെ ആഗിരണം ചെയ്യുന്ന കൂടുന്തോറും താപനില ഇവിടെ ഉയരുന്നുണ്ട്. അടുത്ത മെസോസ്ഫിയർ അവിടെ കൊടുത്തിട്ടുണ്ട്. തെർമോസ്ഫിയർ ഉണ്ട്. 2 എണ്ണം മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാം. ഡിസ്ക്രൈബ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെയിൻ ആണ് അല്ലെ, വ്യത്യസ്ത തരത്തിലുള്ള മഴകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കോൺവെക്ഷണൽ റെയിന്, സംവഹന വൃഷ്ടി, ഓറോഗ്രാഫിക് റെയിൻ ആണ്, ലൈൻ അല്ല, പർവ്വതവൃഷ്ടി, സൈക്ലോണിക് റെയിൻ, ചക്രവാത
വൃഷ്ടി. ഇത് പഠിച്ചു വെക്കുക. ഇതിൻ്റെ കൂടെ നിങ്ങൾ ആ ചിത്രം കൂടെ വരയ്ക്കുമ്പോൾ എന്തായിരിക്കും മാർക്ക് സ്കോർ ചെയ്യാൻ ഈസി ആയിരിക്കും. കോൺവെക്ഷണൽ റെയിൻഫാൾ ആണ് സംവഹന വൃഷ്ടി. ഡ്യൂ ടു ഇൻറ്റൻസ് ഹീറ്റിംഗ് ദ എർത്ത് സർഫസ് അല്ലെ, ഭൂമിയുടെ ഉപരിതലത്തിൽ തീവ്രമായ ചൂട് പിടിക്കൽ മൂലമാണ് ഈ ഒരു മഴ ഉണ്ടാകുന്നത്. ദെൻ ചൂടായ വായു വേഗത്തിൽ ഉയർന്ന് തണുക്കുന്നു. സാധാരണ കനത്ത ഇടിയോട് കൂടിയിട്ടുള്ള മഴയാണ് ഉണ്ടാവുക. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഇത് കൂടുതലായിട്ടും കാണാറുള്ളത്. എക്സാമ്പിൾ ആയിട്ട് ആഫ്രിക്ക ആമസോൺ ബേസിലെ വൈകുന്നേരങ്ങളിൽ പെയ്യുന്ന കനത്ത മഴ എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. അടുത്ത ഓറോഗ്രാഫിക് റെയിൻഫാൾ ആണ് പർവ്വതവൃഷ്ടി. പർവ്വതങ്ങൾക്ക് മുകളിൽ വായു ഉയരാൻ നിർബന്ധിതമാകുമ്പോഴാണ് ഈ മഴ പെയ്യുന്നത്. കാറ്റടിക്കുന്ന ഭാഗത്ത് മഴ കൂടുതലും മറുവശത്ത് മഴ കുറവുമാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ റെയിൻ ഷാഡോ ഏരിയ ഒക്കെ അറിയാലോ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വെസ്റ്റേൺ ഗട്ട്സ് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. അടുത്ത സൈക്ലോണിക് റെയിൻഫാൾ ആണ് ചക്രവാത വൃഷ്ടി. ചൂടുവായുവും തണുത്ത വായുവും കൂടിക്കലരും ഫ്രോണ്ട് ഒരു ഭാഗത്താണ് ഇത് ഉണ്ടാവാറുള്ളത്. ചൂടുവായു ഉയർന്ന് തണുക്കുമ്പോൾ തുടർച്ചയായിട്ടുള്ള ഒരു മഴ ഉണ്ടാവുകയും ഇത് മിഡ് ലാറ്റിറ്റ്യൂഡുകളിൽ സാധാരണയാണ് ഈ മഴ. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ യൂറോപ്പിലെ സൈക്ലോണുകൾ കൊണ്ടുണ്ടാവുന്ന മഴകളൊക്കെ എക്സാമ്പിൾ ചുഴലിക്കാറ്റ് വഴി ഉണ്ടാകുന്ന മഴ എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. അടുത്തത് വിച്ച് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സാലിനിറ്റി, ലവണത്വത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സാലിനിറ്റി. ഒന്നാമത്തത് സമുദ്രജലത്തെ ലവണത്വത്തെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഓഷൻ സാലിനിറ്റി ഓൺ ദ സർഫസ് ഓഫ് ദി ഓഷൻ ഡിപ്പെൻഡ് ഓൺ ദി ഇവാപൊറേഷൻ ആൻഡ് പ്രസിപ്പിറ്റേഷൻ. സമുദ്രത്തിന്റെ ഉപരിതലത്തിലെ സമുദ്ര ലവണാംശം ബാഷ്പീകരണത്തെയും മഴയെയുമാണ് ആശ്രയിച്ചിരിക്കുന്നത്. When fresh water flow from rivers into the ocean, salinity changes. So also when freezing and thawing for ice occur on the polar region, ocean salinity changes. ഈ നദികളിൽ നിന്ന് വരുന്ന ശുദ്ധജലം സമുദ്രങ്ങളിലോട്ട് ഒഴുകിയെത്തുമ്പോൾ ആ വെള്ളത്തിൽ ലവണാംശം കുറയുവാനും അവിടെ ഒരു മാറ്റം ഉണ്ടാകുവാനും കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ ധ്രുവ പ്രദേശങ്ങളിൽ മഞ്ഞ് വെള്ളമായി മാറുമ്പോഴും അത് ഉരുകുമ്പോൾ എന്ത് സംഭവിക്കും? അവിടുത്തെ ലവണാംശത്തിൽ വ്യത്യാസം കാണാൻ പറ്റും. When winds blow കാറ്റ് വീശുമ്പോൾ ആ ഉപ്പിന്റെ അംശം പോകാം. Water from the ocean drifts to each areas and salinity is affected. കാറ്റ് വീശുമ്പോൾ സമുദ്രത്തിൽ നിന്നുള്ള വെള്ളം ഉപ്പുവെള്ളം മറ്റ് പ്രദേശങ്ങളിലോട്ട് ഒഴുകുകയും അത് ലവണാംശത്തെ ബാധിക്കുകയും ചെയ്യാറുണ്ട്. അടുത്തത് ഓഷ്യൻ കറൻസ് ആണ്. ഓൾസോ ഇൻഫ്ലുവൻസ് സാലിനിറ്റി ഓഫ് ഓഷ്യൻ വാട്ടർ. Since salinity, temperature and density are interrelated, any change in one of them affects the others. സമുദ്ര പ്രവാഹങ്ങൾ സമുദ്രജലത്തിന്റെ ലവണാംശത്തെ സ്വാധീനിക്കാറുണ്ട്. ലവണാംശ താപനിലയും സാന്ദ്രതയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ അവയിൽ ഒന്നിലെ ഏത് മാറ്റവും മറ്റുള്ളവയെ ബാധിക്കാറുണ്ട്. അപ്പോൾ 2-3 എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കമ്പയർ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ ആൻഡ് റീട്രേറ്റിംഗ് മൺസൂൺ സീസൺ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലവും പിൻവാങ്ങുന്ന മൺസൂൺ കാലവും ഒന്ന് നോക്കാം. സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ ഇത് എപ്പോഴാണ്? ജൂൺ ടു സെപ്റ്റംബറിലാണ് നീളുന്നൊരു കാലാവസ്ഥയാണ്. വിൻഡ് ബ്ലോ ഫ്രം സൗത്ത് വെസ്റ്റ് ടു നോർത്ത് ഈസ്റ്റ്. കാറ്റ് എവിടുന്ന് എങ്ങോട്ടാ അടിക്കുക? തെക്കു പടിഞ്ഞാറിൽ നിന്ന് വടക്ക് കിഴക്കൻ ദിശകളിലോട്ട് കടലിൽ നിന്ന് കരയിലോട്ടാണ് കാറ്റ് വീശാറുള്ളത്. ഇവിടെ വെരി ഹെവി റെയിൻഫാൾ ടു മോസ്റ്റ് പാർട്ട് ഓഫ് ഇന്ത്യ. ഈ സമയത്ത് ഇന്ത്യയുടെ ആ ഒരു കാറ്റടിക്കുന്ന ഭാഗങ്ങളിലൊക്കെ കനത്ത മഴ ലഭിക്കുന്നുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഇന്ത്യൻ അഗ്രികൾച്ചർ ആൻഡ് വാട്ടർ റിസോഴ്സസ്. കൃഷിക്കും ജലസേചനത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലാവസ്ഥയാണ്. രണ്ടാമത് റീട്രേറ്റിംഗ് മൺസൂൺ സീസൺ ആണ്. ഒക്ടോബർ ടു നവംബർ മാസങ്ങളിൽ നീണ്ടു നിൽക്കുന്ന കാലാവസ്ഥയാണ്. വിൻഡ്
retreat and blow from the north east to south west. കാറ്റ് വടക്ക് കിഴക്കിൽ നിന്നും തെക്ക് പടിഞ്ഞാറ് ദിശയിലോട്ടാണ് കാറ്റ് വീശാറുള്ളത്. റെയിൻഫാൾ ഡിക്രീസസ് മെയിൻലി അഫക്റ്റ് ദ തമിഴ്നാട് കോസ്റ്റ് അല്ലെ. ഈ ഒരു സമയത്ത് മഴ കുറവായിരിക്കും മറ്റു മഴയിലേറെ, പക്ഷെ തമിഴ്നാട് തീരപ്രദേശങ്ങൾക്ക് കൂടുതൽ മഴ ലഭിക്കുന്നത് ഈ ഒരു സീസണിലാണ്. ദെൻ ചുഴലിക്കാറ്റുകളും ഇടിമിന്നലുകളും ഈ ഒരു സമയത്ത് സാധാരണയാണ്. അടുത്തത് മെൻഷൻ എനി 2 characteristics ഓഫ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഡെസേർട്ട്. ഓക്കെ, ഇന്ത്യൻ മരുഭൂമിയുടെ 2 സവിശേഷതകൾ നോക്കാം. അറിയാലോ, ഇന്ത്യൻ മരുഭൂമി ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് ലൈസ് നോർത്ത് വെസ്റ്റ് ഓഫ് ദി ആരവല്ലി ഹിൽസ്. ആരവല്ലി പർവ്വതനിരയ്ക്ക് വടക്കു പടിഞ്ഞാറായിട്ടാണ് നമ്മുടെ ഇന്ത്യൻ്റെ അല്ലെ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. ബർക്കൻസ് എന്ന ദൈർഘ്യമേറിയ മണൽ കൂനകൾ കൊണ്ട് പുതഞ്ഞു കിടക്കുന്നതാണ് ഈ ഒരു ഇടം. ഇവിടെ മഴ വർഷത്തിൽ 150 മില്ലിമീറ്ററിൽ കുറവാണ്. വരണ്ടതും വിരസവുമായ കാലാവസ്ഥയാണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുക. പച്ചപ്പ് തീരെ ഇല്ലെന്ന് പറയാവുന്ന തരിശു ഭൂമികളാണ് നമുക്ക് ചില സമയങ്ങൾ ചില സ്ഥലങ്ങളിൽ ഒയാസിസ് പോലെയുള്ള മരുപച്ചകൾ കാണാറുണ്ട്. മരുഭൂമിയുടെ അടിത്തട്ടിൽ കാണുന്ന ചിലതരം പാളിയുടെ പാറഘടന ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു തുടർച്ചയാണ്. തീവ്രമായ കാലാവസ്ഥ ഉപരിതലത്തിൽ ഭൗതിക രാസ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. മരുഭൂമിയിലെ ചില പ്രധാന സവിശേഷതകൾ ഒന്ന് പാറ അല്ല, നമ്മുടെ മഷ്റൂം റോക്സ് അറിയില്ലേ, കൂണല്ല, മഷ്റൂം റോക്സും അത് ഡ്യൂൺസുകളൊക്കെ അല്ലെ, ഒയാസിസ്, മണൽ കുന്നുകള്, മരുപച്ചകളൊക്കെ അതിന്റെ ഫീച്ചേഴ്സ് ആണ്. മരുഭൂമിയെ 2ആയി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തത് ദ നോർത്ത് പാർട്ട് ഓഫ് സ്ലോപ്സ് ടുവേർഡ് ദി സിന്ധ് ഭാഗത്തോട്ട് ചരിഞ്ഞു കിടക്കുന്ന വടക്കൻ ഭാഗവും ദ സദേൺ പാർട്ട് സ്ലോപ്പിംഗ് ടുവേർഡ് ദി റാൻ ഓഫ് കച്ച് ഭാഗത്തോട്ട് ചരിഞ്ഞ തെക്കൻ ഭാഗവും നോക്കാം. തെക്കൻ ഭാഗത്തു കൂടി ഒഴുകുന്ന ലൂണി റിവർ. ഓക്കെ, ലൂണി റിവർ ആണ് ഇവിടുത്തെ ഒരു നദി എന്ന് പറയാനുള്ളത്. അതും കുറച്ച് കഴിഞ്ഞാൽ അപ്രതീക്ഷമാവാറുണ്ട്. മറ്റു നദികൾക്ക് യാതൊരു പ്രാധാന്യവുമില്ല. മരുപ്രദേശത്തെ ബാഷ്പീകരണം വളരെ കൂടുതലായതിനാൽ അവിടെ വെള്ളം കുറവായിരിക്കും. ചില അരുവികൾ കുറച്ചു ദൂരം ഒഴുകി അപ്രതീക്ഷമാവാറുണ്ട്. ഏതാനും തടാകങ്ങളും മരുസ്ഥലികളുമാണ് ഇവിടെ കാണുന്നത്. ഉണങ്ങി വരണ്ടതും പ്രദേശമാണ് മരുസ്ഥലികൾ. ഇവിടെ വെള്ളം അതിവേഗത്തിൽ ബാഷ്പീകരിക്കപ്പെടുന്നത് കൊണ്ടാണ് വെള്ളത്തിന്റെ അളവ് വളരെ കുറവാണ്. തടാകങ്ങളിലും മരുസ്ഥലികളിലും ഉപ്പുവെള്ളമാണ് കാണാറുള്ളത്. അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ടർഷെഡ് ആൻഡ് റിവർ ബേസിൻ. നോക്കാം, എന്താണ് വാട്ടർഷെഡ്? ഇറ്റ് ഈസ് എ സ്മോൾ ഏരിയ ഓർ റിഡ്ജ് ദാറ്റ് സെപ്പറേറ്റ്സ് ടു ഡ്രൈനേജ് സിസ്റ്റം. അല്ലെ, 2 ജലവഹിനി സംവിധാനങ്ങളെ വേർതിരിക്കുന്ന ഒരു ചെറിയ ഭൂവിഭാഗമാണ്. ഇറ്റ്സ് ആക്ട് ആസ് എ നാച്ചുറൽ വാട്ടർ ഡിവൈഡ്. ജലവിഭാജക രേഖയായി പ്രവർത്തിക്കുന്നുണ്ട്. യൂഷ്വലി ഫോംഡ് ബൈ ഹൈലാൻഡ് ഓർ മൗണ്ടൻ റിഡ്ജ്. അല്ലെ, സാധാരണയായിട്ട് ഉയർന്ന പ്രദേശങ്ങളിലോ മലനിരകളിലോ ആണ് ഇത് കാണപ്പെടുന്നത്. ഇറ്റ് ഡസ് നോട്ട് കളക്ട് വാട്ടർ ബട്ട് ഡയറക്റ്റ് വാട്ടർ ഫ്ലോ ടു ഡിഫറെന്റ് റിവേഴ്സ്. ജലം ശേഖരിക്കാതെ വിവിധ നദികളിലേക്കുള്ള ഒഴുക്ക് ഇത് നിർണയിക്കുന്നുണ്ട്. അടുത്ത റിവർ ബേസിൻ ആണ്. ഇറ്റ് ഈസ് എ ലാർജ് ഏരിയ ഓഫ് ലാൻഡ് ഡ്രെയിനഡ് ബൈ എ മെയിൻ റിവർ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. ഒരു പ്രധാന നദിയും അതിന്റെ ഉപനദികളും ചേർന്ന് ജലം ഒഴുകുന്ന വലിയ പ്രദേശമാണ് റിവർ ബേസിൻ എന്ന് പറയുന്നത്. ഇറ്റ് കളക്ട്സ് ആൻഡ് ക്യാരി വാട്ടർ ടു എ സിംഗിൾ റിവർ സിസ്റ്റം. മഴവെള്ളം ശേഖരിക്കുകയും ഒഴുക്കുകയും ചെയ്യുന്നുണ്ട്. സമതലങ്ങൾ, താഴ്വരകൾ, നദീതടങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഭാഗമാണ്. ഈ പ്രദേശത്തെ മുഴുവൻ ജലവും ഒരേ നദിയിലോട്ടാണ് ഒഴുകുന്നത്.
ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തായാലും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്സുകളാണ്. ദെൻ എക്സാമിന് നമുക്ക് ഈ പബ്ലിക്കിനെ ജോഗ്രഫിയിൽ നിന്നും പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ, നമ്മുടെ എജുപോർട്ടിന്റെ സൂപ്പർ ബാച്ച് 2026-27 ആണ്. അപ്പോൾ ആ ഒരു ബാച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യുക. +1 കഴിഞ്ഞ് +2 കൂടെ അല്ലെ നമുക്ക് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ 5499 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത്. അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ജോയിൻ ചെയ്യാനുള്ള നമ്പറൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് +1 ഇനി വരാൻ പോകുന്ന നമ്മുടെ റാപ്പിഡ് റിവിഷൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ +1 നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതിലൂടെ ലഭിക്കും. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക, നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ബുക്ക് ചെയ്യുക. എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാതെ വരെ ബൈ.